സത്യമുള്ളിടത്ത് സമാധാനം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ സാധാരണ നമ്മുടെ ഈ ഹൈന്ദവ വീടുകളില്ലേ, പഴയ വീടുകൾ, ആ വീടുകൾക്ക് അവർ പറയണ ഒരു പേരുണ്ട്. വീട് എന്നല്ല പറയാം, ഇല്ലം എന്ന് പറയില്ല, ഇല്ലം. അതേപോലെ അവർ വിളിക്കുന്നൊരു പേരുണ്ട്, മന എന്ന് വിളിക്കും അല്ലേ, മനക്കൽ എന്നൊക്കെ പറയില്ല. മന എന്നുള്ളത് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സംസ്കൃത വാക്കാണ്. മന എന്ന് പറഞ്ഞാൽ 2 അക്ഷരങ്ങളല്ല, 2 വാക്കുകളാണ്. ഭയങ്കര രസമുള്ളൊരു വാക്കാണ് മന. 2 വാക്കുകളാണ് മന. മ ന. മ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്, ഞാൻ. ന എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പൊ എന്തായി? ഞാൻ ഇല്ല. വീടിന് പറയുന്ന പേരാണ് കേട്ടോ അത്. വീടിന് പറയുന്ന പേരാണ്. ഇപ്പൊ എൻ്റെ വീടുണ്ട്, മഞ്ചേരി എനിക്കൊരു വീടുണ്ട്. ആ വീടിന് സംസ്കൃതത്തിൽ വിളിക്കുന്നൊരു പേരെന്താണ്? മന എന്ന് പറഞ്ഞാൽ ഞാനില്ല, ഞാനില്ല. പാടൂലുള്ള നിങ്ങളാ വീടില്ലേ, അതിനെ വിളിക്കാവുന്നൊരു പേരെന്താണ്? മന, ഞാൻ ഇല്ല. പിന്നെയോ ഞങ്ങളേ ഉള്ളൂ. അതെ, ഞാനില്ല, നമ്മളേ ഉള്ളൂ. എനിക്ക് മാത്രമായിട്ടൊരു ജീവിതമാണെങ്കിൽ അത് ഹോസ്റ്റലിലാണ്, വീട്ടിലല്ല. എനിക്ക് മാത്രമായിട്ടുള്ള സ്വപ്നങ്ങളും കിനാവുകളുമാണ് എൻ്റെ ഉള്ളിൽ നിറയുന്നതെങ്കിൽ എനിക്കൊരു ഹോസ്റ്റലിൽ ജീവിക്കാൻ കൊള്ളുന്ന ഒരാളാണ് ഞാൻ. ഒരു കുടുംബത്തിൽ ജീവിക്കാൻ കൊള്ളുന്ന ഒരാളല്ല. ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാളായി ഞാൻ മാറുന്നത് എപ്പോഴാ? എനിക്ക് മാത്രമായിട്ട് ഞാൻ ചിന്തിക്കുമ്പോഴല്ല, എൻ്റെ കൂടെയുള്ള ഓരോ മനുഷ്യന് വേണ്ടിയിട്ടും ഞാൻ ചിന്തിക്കുമ്പോഴാണ്. അതെ, ഫുട്ബോൾ കളിക്കുമ്പോൾ 7 ആളല്ലേ കളിക്കുക സെവൻസിൽ. ഒരാൾ ഗോളിയായിരിക്കും, ബാക്കി 6 ആളുകളാണ് ഗ്രൗണ്ടിലുള്ളത്. ഒരാളുടെ കയ്യിൽ പന്ത് കിട്ടും, അയാൾ 2ാമത്തെ ആൾക്ക് കൊടുക്കും, അയാൾ 3ാമത്തെ ആൾക്ക് കൊടുക്കും, 4ാമത്തെ ആൾ 5ാമത്തെ ആളും കഴിഞ്ഞ് 6ാമത്തെ ആളുടെ കയ്യിൽ പന്ത് കിട്ടിയിട്ട് അയാളായിരിക്കും ഗോളടിച്ചിട്ടുണ്ടാവുക അല്ലേ? ജയിച്ചതാരാ? ടീമാണ് ജയിച്ചത്. ഗോൾ അടിച്ചതാരാ? ഒരാളാ. ജയിച്ചതാരാ? ഒരു ടീമാണ്. ഇതാണ് കുടുംബം. ചെങ്ങല പോലെയാണ്. ഒരു കണ്ണി വേറൊരു കണ്ണിയോട് ഇങ്ങനെ ചേർന്ന ഒന്നാണ് ചെങ്ങല. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ശക്തിയുള്ളൊരു ആയുധമാണ് ചെങ്ങല. പക്ഷെ അതിൽ ഒരു കണ്ണി കേട് വന്നാൽ മതി, ചെങ്ങലയുടെ എല്ലാ ശക്തിയും ഇല്ലാതാവും. ആവൂലേ? ഒരാൾ ഗോളടിച്ചാൽ എല്ലാവരും ജയിക്കുന്നത് പോലെ, ഒരു കണ്ണി കേട് വന്നാൽ എല്ലാ കണ്ണിയെയും അത് ബാധിക്കുന്നത് പോലെയാണ് കുടുംബം. അപ്പം ഞാൻ ചില കുഴികളിലേക്ക് പോകാതെ, ചില അപകടങ്ങളിലേക്ക് പോകാതെ നമ്മൾ സ്വയം സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടി മാത്രമല്ല. നമ്മുടെ വീട്ടിലുള്ള ആ കണ്ണുകൾ നിറയരുത്, ആ മനസ്സുകൾ വിങ്ങരുത്, നാട്ടുകാരുടെ ചോദ്യങ്ങളുടെ മുന്നിൽ അവർ പതറിപ്പോകരുത്, നമ്മൾ കാരണം അവർ അപമാനിതരാകരുത് എന്ന നിരന്തരമായ ജാഗ്രത കൊണ്ടാണ് ചില കുഴികളിലേക്ക് വീഴാതെ നമ്മൾ സ്വയം നമ്മളെ കാക്കേണ്ടത്. അപ്പോഴാണ് നമ്മളൊരു കുടുംബത്തിന് പറ്റിയ ആളാവുന്നത്. അതാണ് ബർക്കത്തിന് വരാനുള്ള വഴി. 3ാമത്തേത് നമ്മുടെ സമ്പാദ്യം നന്നാവുക എന്നുള്ളതാണ്. സമ്പാദ്യത്തെക്കുറിച്ച് നേരത്തെ സേർ ഇവിടെ പറഞ്ഞില്ലേ? പഠിച്ചോൻ 2 കാര്യങ്ങളാണ് ചോദിക്കുക. ഒന്നെന്താണ്? കിട്ടിയതൊക്കെ എങ്ങനെ ചെലവഴിച്ചു? പക്ഷെ ആ ചോദ്യത്തിന് മാത്രം ഉത്തരം കൊടുത്താൽ പോരാ. എവിടുന്ന് സമ്പാദിച്ചു, എങ്ങനെ സമ്പാദിച്ചു എന്നൊരു ചോദ്യമുണ്ട്. അതാണ് അക്കൗണ്ടിൽ ഹറാമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അത് സ്വയം വിചാരണ കൊണ്ട് ഉള്ളിൽ തിളക്കേണ്ട ഒരു ചോദ്യമാണ്. പടച്ചോന്റെ ബർക്കത്ത് അവിടുന്ന് വരുന്നതാണ്, ഇവിടുന്ന് ഉണ്ടാക്കാൻ കഴിയില്ല. എങ്ങനെ ശ്രമിച്ചാലും ഉണ്ടാക്കാൻ കഴിയില്ല. അത് പടച്ചോൻ തരുന്നതാണ് ബർക്കത്ത്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല അർത്ഥം മനസ്സമാധാനമാണ്. ഹാപ്പിനെസ് ഈസ് പീസ്, നോട്ട് പ്ലഷർ എന്ന് പറയാറുണ്ട്. വിൽ സ്മിത്ത് എന്ന് പറഞ്ഞൊരു നടനുണ്ട്, അദ്ദേഹം പറഞ്ഞതാണ്. വല്ലാത്തൊരു വാക്കാണ്. ഹാപ്പിനെസ് ഈസ് പീസ്. സന്തോഷം എന്ന് പറഞ്ഞാലേ സമാധാനമാണ്, നോട്ട് പ്ലഷർ. അത് കുറച്ചു നേരം മാത്രം ഉണ്ടാകുന്ന പ്ലഷറിന്റെ പേരല്ല, തീരുന്നതല്ല, തീരാത്തതാണ്. ഹാപ്പിനെസ് ഈസ് പീസ്. ആ സമാധാനം, പഠിച്ചവൻ്റെ അടുത്തു നിന്നുള്ള ബർക്കത്ത് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട്, നമ്മുടെ ഈ ട്രസ്റ്റിനും സ്ഥാപനങ്ങൾക്കും പോയ കാലങ്ങൾക്കും വരാനുള്ള കാലങ്ങൾക്കും
എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ ലോകത്ത് വെളിച്ചവും സത്യവും മാത്രമാണുള്ളത്. കാരുണ്യമെന്നാൽ മനുഷ്യന്റെ മനസ്സ് വലുതാകലാണ്. എത്ര വലിയവനാണെങ്കിലും മനുഷ്യന് കാലടികൾ ഇടറാം. സമാധാനമായി ഉറങ്ങാനും ഉണരാനും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ബർക്കത്ത്. സദാചാരം നിലനിർത്താത്ത മനുഷ്യന് ഒരുപാട് കള്ളങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. നന്മ നിറഞ്ഞ വാക്കുകളിലൂടെ സദസ്സിനെ മുഴുവൻ കയ്യിലെടുത്ത പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ, ഏവർക്കും പ്രിയങ്കരനായ PMA ഗഫൂർ സാഹിബിന് പാടൂരിന്റെ ഹൃദയം നിറഞ്ഞ അഗൈധവമായ നന്ദി രേഖപ്പെടുത്തുന്നു. നൂറുർ റഹ്മ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത് പാടൂരിന്റെ ആവേശമായി മാറിയ PMA ഗഫൂർ സാഹിബിന് നൂറുർ റഹ്മ സിൽവർ ജൂബിലി സമാപന സമ്മേളനത്തിന്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം സമ്മേളനത്തിന്റെ സ്നേഹോപഹാരം സമർപ്പിക്കുകയാണ്. ഉപഹാരം സ്വീകരിക്കുന്നതിനായി കൈരളിയുടെ സ്നേഹശബ്ദം PMA ഗഫൂർ സാഹിബിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സ്നേഹ ഉപഹാരം സമർപ്പിക്കുന്നതിനായി ഒരിക്കൽ കൂടി നമ്മുടെ ട്രസ്റ്റ് ചെയർമാൻ അബ്ദുൽ വാഹിദ് സാഹിബിനെ ഏറെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു കാര്യം കൂടി പറയട്ടെ. ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനവുമായി ബന്ധമുള്ള ഒരാൾ പോലും ഇല്ലാത്ത ഒരു ഗ്രാമത്തിലായിരുന്നു നമ്മുടെ ജനനം. ആദ്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകനായിട്ട് ഒരാളെ പരിചയപ്പെടുന്നത് 10ാം ക്ലാസ്സിലെ പഠിക്കുന്ന സമയത്ത് ട്യൂഷൻ ക്ലാസ്സിലുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് വാണിയമ്പലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഇരുന്നു സ്കൂള്. അപ്പോൾ ഞങ്ങളിങ്ങനെ ട്യൂഷൻ സെൻറ്ററിലേക്ക് ബസ് ഇറങ്ങി വരുമ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, ഷുക്കൂർ എന്നായിരുന്നു അവൻ്റെ പേര്. ഇവൻ എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവനൊരു കടയിലേക്ക് പോയിട്ട് തിരിച്ചു പോന്നു. അപ്പം ഞാൻ ചോദിച്ചു അതെന്ത് അവിടെ പോയത് എന്തേന്ന്. അപ്പം എന്നോട് പറഞ്ഞു അവിടെ 1 രൂപ ഇന്നലെ കൊടുക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവന് കൊടുക്കാനുള്ള 1 രൂപ അവിടെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞങ്ങളുടെ യാത്ര തുടർന്ന്. ഇന്നലെ അവൻ്റെ കയ്യിൽ എന്തോ ഇല്ലാത്തത് കൊണ്ട് കടം പറഞ്ഞു പോയതാണ്. എനിക്ക് പരിചയമില്ലാത്തൊരു സ്വഭാവമായിരുന്നു അത്. നമ്മുടെ കാഴ്ചയിൽ പൊതുവെ കണ്ട് പരിചിതമല്ലാത്തൊരു സ്വഭാവം ആദ്യമായി ഒരു കൂട്ടുകാരൻ്റെ ജീവിതത്തിൽ കാണുകയാണ് ചെയ്യുന്നത്. ക്ലാസ് കഴിഞ്ഞ് പിന്നെ ജീവിതത്തിൽ അവനെ കണ്ടിട്ടേ ഇല്ല, ഇപ്പോഴും കണ്ടിട്ടില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ആദ്യം എൻ്റെ മനസ്സിലേക്ക് അബ്ദുൽ ഷുക്കൂർ എന്ന എൻ്റെ ആ കൂട്ടുകാരൻ ആ 1 രൂപയുടെ നാണയവുമായി ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരും. ജമാഅത്തെ ഇസ്ലാമി വലിയ വലിയ പുസ്തകങ്ങളൊക്കെ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കാൻ പുറത്തിറക്കിയിട്ടുണ്ടാവും. അതൊന്നും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ ഏതൊരു പ്രസ്ഥാനത്തിനും സമൂഹത്തിന് നൽകാവുന്നത് വലിയ വലിയ ഗ്രന്ഥങ്ങളെക്കാളും വലിയ വലിയ പ്രഭാഷണങ്ങളെക്കാളും ഇങ്ങനെയുള്ള ചില മനുഷ്യന്മാരെയാണ്. അങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടത് ഈ പാടൂരാണ്. അതുകൊണ്ടാണ് പാടൂർ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനൊരു കാരണമുണ്ട്. നമ്മൾ പൊതുവെ കുറേ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ കാണുമല്ലോ. എല്ലാവരും നമ്മൾ കൃഷ്ണമണി കൊണ്ടാണ് കാണുക. ചില ആൾക്കാർ നമ്മുടെ കൃഷ്ണമണിയുടെ അപ്പുറത്ത് പതിയും. നമ്മൾ ഈ എടുക്കുന്ന എല്ലാ ഫോട്ടോസും സേവ് ചെയ്യില്ലല്ലോ. സേവ് ചെയ്യുന്ന എല്ലാ ഫോട്ടോയും നമ്മൾ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടില്ല. കാരണം എപ്പോഴും എടുത്ത് നോക്കാനുള്ളതാണ്. അത് കുറച്ച് ഫോട്ടോ ഉണ്ടാവുള്ളൂ. അതേപോലെ എൻ്റെ ജീവിതത്തിൽ ഫേവറേറ്റ് ആക്കി വെച്ചിട്ടുള്ള ഒരാളാണ് ഷംസുദ്ദീൻ മാഷ്. മാഷ് വിളിച്ചു എന്നുള്ളതുകൊണ്ടാണ്. മാഷ് വിളിച്ചാൽ നോ എന്ന് പറയാൻ പറ്റില്ല. അതാണ് നമുക്ക് എതിർവാക്കുകൾ പറയാൻ പറ്റാത്ത ചില സ്വരങ്ങളുണ്ട്. അങ്ങനെ ഒരു മാഷെ പരിചയപ്പെട്ടു എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു ധന്യതയായി കാണുന്നു. മാഷിൻ്റെ നാട് കാണാനും ഇവിടെ ഇത്രയേറെ ആളുകൾ ഒരുമിച്ച് കൂടിയ
ഒരു വേദിയിൽ സംസാരിക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ചുരുക്കും.